ഗുഡ് ഈവനിങ് ടു ഓൾ. എന്തൊക്കെ വിശേഷം? ഹാപ്പി അല്ലേ? നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു? ക്ഷമ എങ്ങനെ സമ്പത്തിനെ ആകർഷിക്കും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ക്ഷമ എന്ന ഗുണത്തെ നമ്മുടെ സമ്പത്തിനെ ആകർഷിക്കാനുള്ള ഒരു ശക്തിയായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോ അറിയാൻ പോകുന്നത്. നമ്മൾ സാധാരണയായി പണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വരുമാനം വർദ്ധിക്കുന്നതിനെ കുറിച്ചോ ഓഹരികളെ കുറിച്ചോ ആണ് ചർച്ച ചെയ്യാറുള്ളത്. എന്നാൽ ഈ സാമ്പത്തിക ആസൂത്രണങ്ങൾ വിജയിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു അടിസ്ഥാന സ്വഭാവം ആവശ്യമാണ്. ക്ഷമയോടെ കാത്തിരിക്കാനുള്ള കഴിവ്. നമ്മൾ എത്ര കാര്യം ആയാലും അത് ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. ഈ ക്ഷമയുടെ കൃത്യമായിട്ട് പറഞ്ഞാല് വെറുതെ ഇരിക്കുക എന്നല്ല. യഥാർത്ഥ ക്ഷമ എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുകൾക്കിടയിലും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ശരിയായ ദിശയിൽ പ്രവർത്തിച്ച് ഫലത്തിനായി കാത്തിരിക്കുന്ന അവസ്ഥയാണ്. എന്താണ് ക്ഷമ? യഥാർത്ഥ ക്ഷമ ബുദ്ധിമുട്ടുകൾക്കിടയിലുള്ള ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ശരിയായ ദിശയിൽ പ്രവർത്തിച്ച് ഫലത്തിനായി നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥ ക്ഷമ. ഈ ക്ഷമയില്ലാത്തയാള് എങ്ങനെയാ? അവർക്ക് റിസൾട്ട് ഇങ്ങനെ ഉടനെ കിട്ടണം. ഇപ്പോ ലാഭമില്ലെങ്കിൽ ആ ബിസിനസ് ഉപേക്ഷിക്കുന്നു. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ആ ഒരു ബിസിനസ് നമുക്ക് ഫസ്റ്റ് തന്നെ ഒറ്റയടിക്ക് പണം ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? ആ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ ഇങ്ങനെ പോകണം. ആ ഒരു ക്ഷമയോടെ നമ്മളിങ്ങനെ കാത്തിരിക്കണം. അതില്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യതിചലിച്ചു പോകുന്ന ഒരവസ്ഥ. അപ്പോ കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള ഒരു സന്മനസ് ഉണ്ടാവാത്തൊരവസ്ഥ. വേറൊരു രീതിയിലേക്ക് പോകണം എന്ന് തോന്നാം. മറ്റൊന്ന് തുടങ്ങിയാലോ, ഇതിപ്പോ ക്ലിക്ക് ആവുന്നില്ല, മതി, ഇത് ഇവിടെ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഇത് വിറ്റാളയാം, അടുത്തതിലേക്ക് പോകാം. ആ ഒരു ടെൻഡൻസി ക്ഷമയില്ലാത്തവർക്ക് ആ ഒരു ഇങ്ങനെ ചാടി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. ക്ഷമയുള്ള ആളുകൾക്കോ തന്റെ പരിശ്രമത്തില് താൻ തിരഞ്ഞെടുത്ത മാർഗത്തിൽ വിശ്വസിക്കുന്നു. അവര് അത് നന്നായിട്ട് ഉൾക്കൊള്ളുന്നു, വിശ്വസിക്കുന്നു. അവരെന്ത് ചെയ്യുന്നില്ല? ഹ്രസ്വകാല നഷ്ടങ്ങളെ കണ്ട് പരിഭ്രാന്തരാകുന്നില്ല. അവര് ക്ഷമയോടെ കാത്തിരിക്കും. നമുക്ക് സമ്പത്ത് ഉണ്ടാകുന്നത് ഒരു 100 മീറ്റർ ഓട്ട മത്സരമല്ല. ഓട്ട മത്സരം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഓടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. മറിച്ച് ഒരു മാരത്തണാണ്. വിജയികൾ വേഗത്തിൽ ഓടുന്നവരല്ല, സ്ഥിരതയോടെ ദീർഘദൂരം ഓടുന്നവരാണ്. 100 മീറ്റർ ഓട്ടം എന്ന് വെച്ചാൽ അതവിടെ ബസ് കഴിഞ്ഞു. പക്ഷേ മറ്റേതെന്താ? നമ്മളിങ്ങനെ മെല്ലെ 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 പടിപടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ സ്റ്റെപ്പായിട്ട് അല്ലേ? ആ സംഭവമാണ് നമുക്ക് വേണ്ടത്. എന്താണ്? സ്ഥിരത. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ അടിസ്ഥാനം ഈ സ്ഥിരത തന്നെയാണ്. നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ ക്ഷമയും വലുതായിരിക്കണം. നല്ലതായ മാർഗത്തിലൂടെയുള്ള സമ്പത്ത് വളർച്ചയ്ക്ക് സമയവും സ്ഥിരതയും കൂടിയേ തീരും. എന്താണ്? നമുക്ക് സാമ്പത്തിക ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ ക്ഷമയും വലുതായിരിക്കും. ഈ മാർഗം, നല്ല മാർഗം, സമ്പത്ത്, വളർച്ച, സമയം, സ്ഥിരത, ഇതൊക്കെ കൂടിയേ തീരൂ. എന്നാലാണ് നമുക്ക് ലക്ഷ്യത്തില് നമുക്ക് ആ ഒരു സാമ്പത്തിക ലക്ഷ്യങ്ങള് കാണാൻ, അതിലേക്ക് പോവാൻ എത്തുകയുള്ളൂ.
തലച്ചോറിലെ യുദ്ധം എന്ന് പറയും. നമുക്ക് ഉടനടി സന്തോഷം. നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ തലച്ചോറിനെ രണ്ട് വിരുദ്ധ ശക്തികളാണ്. ഇതിനെ നമുക്ക് ആവേശം എന്ന് പറയാം. ഇന്നത്തെ ഞാനായിട്ട് കാണാം, ഇപ്പോഴത്തെ ഞാനായിട്ട്. ഈ സിസ്റ്റം പറയുന്നത് ഇപ്പോൾ പണം ചെലവഴിച്ചാൽ ഇപ്പോൾ സന്തോഷം ലഭിക്കും, നാളത്തെ കാര്യം നാളെ നോക്കാം, ഇപ്പൊ ഞാൻ അങ്ങോട്ട് അടിച്ച് പൊളിക്കുകയാണ്, നാളെ അത് നാളല്ലേ, ഇന്ന് ഞാനൊന്ന് അടിച്ചു പൊളിക്കട്ടെ, ഞാൻ സന്തോഷിക്കട്ടെ, ആഹ്ലാദിക്കട്ടെ. ആ ഒരു സംഭവം അത് ആവേശമാണ്. രണ്ടാമത്തെ ഒരു കാര്യം യുക്തി. ഇതിന് നാളത്തെ ഞാനായിട്ട് കാണാം. ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, PFC ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ പണം ലഭിച്ചാൽ, ഇപ്പോൾ പണം ലാഭിച്ചാൽ ഭാവിയിൽ വലിയ സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കും. ഞാനിപ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടിയ പണം ഞാൻ മിതമായി എൻ്റെ സന്തോഷം നടക്കുന്നുണ്ട്. അത് എത്രയാണോ അതിൻ്റെ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. ഇത്ര സാലറി അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്ര പണം, അത് ഞാൻ ഇത്ര നമുക്ക് ലാഭിക്കാം, അല്ലെങ്കിൽ ഇത്ര പണം ചെലവഴിക്കാം, സേവ് ചെയ്ത് വെക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാൽക്കുലേഷനായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭാവിയിൽ വലിയ സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കും. സാമ്പത്തികമായി വിജയിച്ചവര് എപ്പോഴും PFCക്ക് വിജയം നൽകുന്നവരാണ്. ക്ഷമ പരിശീലിക്കുന്നതിലൂടെ നമ്മൾ നാളത്തെ നമുക്ക് വേണ്ടി പൊരുതാൻ തലച്ചോറിനെ പരിശീലിപ്പിക്കുകയാണ്. നമ്മുടെ യൂസഫ് അലി സാറ് എന്തൊക്കെ കാര്യങ്ങള് എത്ര പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്? ആളിപ്പോ വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ആളുടെ നമ്മള് ഒരാളെ മെന്ററാക്കുക അല്ലെങ്കിൽ ഒരാളെ മാതൃകയാക്കുക, നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പഠിക്കുക, റിസർച്ച് നടത്തുക, അതിന് എന്തൊക്കെയാണ് അവർ ചെയ്തത് അതേപോലെ ഒപ്പിയെടുക്കാനല്ല, നമ്മളേതായ യുക്തിപരമായിട്ട് ചിന്തിച്ച് എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ആവാം, നമുക്ക് എങ്ങനെ പോയാലാണ് ഈ ഒരു കാര്യം നമുക്ക് ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുക എന്നുള്ള ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരിക്കാം. ക്ഷമയെ നമുക്ക് കൊല്ലുന്ന രണ്ട് വീരന്മാരുണ്ട്. ആരൊക്കെയാണെന്നറിയോ? ഭയം. ഒരാള് ഭയമാണ്, വില്ലെത്തി വില്ലെന്നൊക്കെ പറയാം. ബിസിനസ്സിൽ ഒരു ചെറിയ നഷ്ടം വരുമ്പോൾ, ഓഹരി വിപണിയിൽ വില കുറയുമ്പോൾ ആളുകൾ പരിഭ്രാന്തരാകുകയും നിക്ഷേപം പിൻവലിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ക്ഷമയില്ലായ്മ കാരണം നഷ്ടം യാഥാർത്ഥ്യമാകുന്നു. ഭയം കൊണ്ട് ആ ബിസിനസ് ഒരു ഏറ്റക്കുറച്ചിലൊക്കെ എല്ലാ കാര്യത്തിനും വരും. ഒരു കയറ്റത്തിനൊരു ഇറക്കമുണ്ട്, ഒരു ഇരുട്ടിനൊരു പ്രകാശമില്ലേ? അതുപോലെ നമ്മളെ ബിസിനസ് ഇപ്പൊ കുറഞ്ഞെങ്കിലും വീണ്ടും അത് പ്രകാശിക്കും. അതിന് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഈ ക്ഷമയില്ലായ്മയാണ് നമ്മൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മങ്കി ഇതൊക്കെ അങ്ങനെ കാണുന്നില്ലേ? ആ ഒരു മരത്തിൽ നിന്ന് മുകളിൽ മറ്റേ മരത്തിലേക്ക് ചാടി പോകുന്ന ഒരവസ്ഥ. അതുപോലെ നമ്മളിലും ഉണ്ടാകുന്ന ആ ഒരു ക്ഷമയില്ലായ്മ കാരണം നമുക്ക് നഷ്ടം വരുന്നു. നമുക്കതിലെ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ ഒരു പ്രതിവിധി നമ്മുടെ ഗവേഷണത്തിലും ലക്ഷ്യത്തിലും ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മളെ തന്നെ വിശ്വസിക്കുക. നമ്മൾ ചെയ്ത കാര്യങ്ങള് സക്സസ് ആവും എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സിനോട് പറയാ. നീയാണ് ശരി, നിനക്ക് കഴിയും, നിനക്ക് അതിനുള്ള എനർജി ഉണ്ട്, നിനക്ക് അതിനുള്ള കഴിവുണ്ട്, നീ ലക്ഷ്യത്തിലെത്തും എന്ന് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുക. അതിൽ ഉറച്ചു നിൽക്കുക.
രണ്ടാമത്തെ ഒരു വില്ലത്തി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാരാണ്? അസൂയ. മറ്റൊരാൾക്ക് പെട്ടെന്ന് ലാഭം കിട്ടുമ്പോ, അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് പെട്ടെന്ന് വളരുമ്പോ സ്വന്തം പദ്ധതികൾ ഉപേക്ഷിച്ച് അങ്ങോട്ട് ചാടാനുള്ള പ്രവണത, ഇത് സ്ഥിരത നഷ്ടപ്പെടുത്തൂലേ? അത് നമ്മൾ അടുത്തൊരു ഷോപ്പുണ്ട്, ഉദാഹരണത്തിന് നമ്മളെ ഷോപ്പിന്റെ അടുത്തൊരു ഷോപ്പുണ്ട്. നമുക്ക് ആ വലിയ കാര്യത്തിലൊന്നും ആ ഒരു ഷോപ്പ് മുന്നോട്ട് പോകുന്നില്ല, ചെറുതായിട്ട് മൂവ് ചെയ്യുന്നേ ഉള്ളൂ. മറ്റേ ആൾക്ക് നന്നായിട്ട് അത് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒരാൾക്ക് അതേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ? രണ്ടാളും വ്യത്യസ്തരാണ് അല്ലെ? എല്ലാ കാര്യത്തിലും വ്യത്യസ്തരായിരിക്കും. അപ്പോ നമുക്ക് എനിക്ക് എന്ത് തോന്നാണ്, ഈ കട ഞാനങ്ങ് പൂട്ടിയിട്ട് അവളുടെ കൂടെ അല്ലെങ്കിൽ അവന്റെ കൂടെ ഞാന് ബിസിനസ് ചെയ്യാൻ പോവാണ്, അത് സൂപ്പറായിട്ട് വളരുന്നുണ്ടല്ലോ. അങ്ങനെ അങ്ങോട്ടേക്ക് ചാടി നോക്കുക. ചിലരുണ്ട് രണ്ട് തോണിയിലും കാലെടുത്ത് വെക്കുന്ന ഒരവസ്ഥ. അതെങ്ങനെ? ഈ ഷോപ്പ് നല്ല മൂവ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു സൈഡായിട്ട് ഞാൻ എന്ത് ചെയ്യട്ടെ, ഈ ആളുടെ കൂടെയും കൂടട്ടെ. അപ്പോ നമുക്ക് എന്താണ്, അതെന്താ അവൾക്ക് എന്താ അങ്ങനെ പറ്റുന്നേ, എനിക്കെന്താ പറ്റാത്ത, അവനെന്താ അതത്രയും ദ്രുതഗതിയില് വളരുന്നത്, ബിസിനസ് റെഡിയാവുന്നത്, എനിക്കെന്താ പറ്റാത്ത? ആ ഒരു സംഭവം നമ്മുടെ സ്വന്തം പാതയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇതിനൊരു പ്രതിവിധി എന്താ? നമ്മളെ സ്വന്തം പാതയിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാ. എല്ലാവരുടെയും വളർച്ചാ ചക്രങ്ങൾ വ്യത്യസ്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. നമ്മൾ പോകുന്ന വഴിയെ നമുക്ക് കല്ലും മുള്ളും കുപ്പിച്ചില്ലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോ അത് തട്ടി മാറ്റി നല്ല റൂട്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോവാനുള്ള ഒരു അവയർനെസ്, എനർജി നമ്മൾ ഉണ്ടാക്കുക. അതിൻ്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കുക, ഒരു ലക്ഷ്യം, അതിൻ്റെ ഒരു സ്ഥിരത, ഒരു വിശ്വാസം നമ്മൾ നേടിയെടുക്കുക. അല്ലാതെ മറ്റുള്ള ആളെ നോക്കിയിട്ട് അതെങ്ങനെയാ, അതെങ്ങനെ വളരുന്നു, അതെന്താണ്, അവള് മുള്ളിലും കല്ലിലും ചവിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവന് കുപ്പിച്ചില്ല് കാല് വെക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുക അല്ല വേണ്ടത്. നമുക്ക് നമ്മളെ പാതയാണ് ക്ലിയർ ആക്കേണ്ടത്. മറ്റുള്ളവരെ പാത നോക്കി നടന്നാല് നമ്മൾ എന്താവും, കുഴിയിൽ ചാടി പോവും. നമ്മളെ മുന്നിലുള്ള കുഴി നമ്മൾ കാണൂല, അവര് നോക്കിക്കോളൂ. നമ്മള് വീഴാതെ, നമ്മൾ വളർച്ച ചക്രങ്ങള് വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. സമ്പത്തും ക്ഷമയുമായിട്ട് നല്ല ബന്ധമുണ്ട്. എങ്ങനെ? ക്ഷമയെ നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലെ 5 പ്രധാന മേഖലകളിൽ എങ്ങനെ ഉപയോഗിക്കാന്ന് നോക്കാം നമുക്ക്. പലിശ ഒഴിവാക്കിയിട്ടുള്ള തത്വങ്ങളുണ്ട്. വർധനവിന്റെ തത്വം. പലിശ ഒഴിവാക്കുമ്പോ നല്ല വളർച്ചാ രീതികളില് ക്ഷമ അനിവാര്യമാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? നേരായ രീതിയിൽ, നല്ല രീതിയിൽ നമുക്ക് പണം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അതിന് കുറച്ച് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ക്ഷമയോടെ, നല്ല സ്ഥിരതയോടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നല്ലതായ ബിസിനസ് നിക്ഷേപങ്ങളിലെ വളർച്ച ആദ്യ വർഷങ്ങളിൽ വളരെ ചെറുതായിരിക്കും. ഒരു വൃക്ഷത്തിന്റെ വേരുകൾ പോലെ. നമുക്ക് ഒരു ചെറിയൊരു തൈ നടാം. ആ തൈ നടുന്ന സമയത്ത് വേരുകള് അവിടെ ഊന്നിറങ്ങി നിലയുറപ്പിച്ച് അത് ശക്തിപ്പെടുത്തണം. ആദ്യ വർഷങ്ങളിൽ അടിത്തറ ശക്തിപ്പെടുത്താനാണ് സമയം എടുക്കുക. അത് വേര് ഊന്നി അവിടെ ശക്തിപ്പെടുന്നു. നമുക്ക് വിശ്വാസമാവണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആവശ്യമായ വെള്ളം, സൂര്യപ്രകാശം, വളം എല്ലാം ചെയ്തു കൊടുക്കണം. ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. ആ തൈ ഉണങ്ങാതെ നമ്മൾ സൂക്ഷിക്കണ്ടേ? ഇടയ്ക്ക് പോയി നോക്കൂലേ, എങ്ങനെ എത്രത്തോളമായി, ഇല പൊഴിയുന്നുണ്ടോ,
വേരുറച്ചിട്ടുണ്ടോ? അത് വലുതാവുന്നുണ്ടോ? ആകാംക്ഷയോടെ നമ്മളിങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഈ ഒരു ആദ്യ വർഷങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ വളർച്ച വളരെ വേഗത്തിലാകും. ഇതിന് കാത്തിരിക്കാനുള്ള ക്ഷമയാണ് ആവശ്യം. പിന്നെ അതൊന്ന് വേരുറച്ചു കഴിഞ്ഞാൽ പിന്നെ വലുതായി 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 അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ വേരുകള് പല ഭാഗങ്ങളായിട്ട് സ്പ്രെഡ് ആയി പോകും. സ്പ്രെഡ് ആവുന്നതനുസരിച്ച് നമ്മൾ വളർച്ച വരും. ഒരു ചെറിയ ബിസിനസ് സ്ഥാപിക്കുന്നത് ആദ്യ വർഷം ലാഭം കുറവായിരിക്കും. എന്നാൽ 5 വർഷത്തെ ക്ഷമയോടെയുള്ള സ്ഥിരമായ പ്രയത്നം ആ ബിസിനസ്സിലെ വലിയൊരു സ്ഥാപനമാക്കി മാറ്റും. എന്താണ്? ചെറിയ ഒരു തൈ നട്ട് അത് വേരുറച്ച് വലിയൊരു വൃക്ഷമായി മാറുമ്പോൾ വേരുകളൊക്കെ എല്ലാം ആയിട്ടിങ്ങനെ നമുക്കിങ്ങനെ പടർന്ന് നിൽക്കും അല്ലെ? ഭൂമിയുടെ അടിയിലൂടെ പല സ്ഥലത്തും നല്ല വളം വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ വൃക്ഷവും വലിയതായി നമുക്ക് നല്ലൊരു തണലായിട്ട് എന്ത് രസ അവിടെ ആ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കാന്, നല്ല തണുപ്പ് കിട്ടും അല്ലെ? അതേപോലെ തന്നെ നമ്മൾ ബിസിനസ് ഏറ്റവും നല്ല രീതിയിൽ വലുതായി കഴിയുമ്പോൾ വലിയൊരു സ്ഥാപനമായി മാറുമ്പോൾ നമുക്ക് അവിടെ AC-യിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആ ഒരു തണുപ്പ് അനുഭവിച്ചൂടെ? ആ ഒരു തണൽ അനുഭവിച്ചൂടെ? ആദ്യം വേരുറപ്പിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയില് റിസ്ക് പങ്കുവെക്കുക എന്ന് പറയും. ആ ലാഭനഷ്ടങ്ങൾ പങ്കുവെച്ചാണ് നിക്ഷേപങ്ങൾ നടത്തുന്നത്. ഈ ലാഭനഷ്ടങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുന്ന പോലുള്ള പങ്കാളിത്ത രീതികൾ ഒരു നല്ല സംരംഭത്തിൽ പങ്കാളിയാകുമ്പോൾ തൽക്ഷണ വരുമാനം പ്രതീക്ഷിക്കരുത്. പ്രൊജക്റ്റ് വിജയകരമാവാനും വിപണിയിൽ വേരുറപ്പിക്കാനും ക്ഷമയോടെയുള്ള കാത്തിരിപ്പും പങ്കാളിത്തവും ആവശ്യമാണ്. നമുക്ക് ആ വേരുറയ്ക്കാനുള്ള ഒരു ക്ഷമ, കാത്തിരിപ്പ്, പങ്കാളിത്തം നിർബന്ധമാണ്. ഒരാൾക്ക് മാത്രം ഞാനും തട്ടാനും മാത്രം മതി എന്നും വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാവുമോ? ഇല്ല. നമുക്ക് എല്ലാവരെയും ഇൻക്ലൂഡ് ആക്കിയിട്ട് ലൈഫിൽ ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാവരെയും സഹായം ആവശ്യമുള്ളവരുടെയൊക്കെ നല്ല നല്ല എനർജിയുള്ള നല്ല ആളുകൾ നമ്മൾക്ക് വേണം. ഒരു നല്ല നിക്ഷേപ പദ്ധതിക്ക് പിന്നില് ക്ഷമയോടെ ഉറച്ചു നിൽക്കുന്നത് പെട്ടെന്നുള്ള ലാഭത്തിനായി നൈതികമല്ലാത്ത വഴികൾ തേടുന്നതിൽ നിന്നും നമ്മെ തടയും. നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാം, മുന്നോട്ടും പിന്നോട്ടും ഒന്നും നോക്കണ്ട, ഇപ്പൊ കിട്ടണം പണം അല്ലെ? ഉടൻ പണം എന്നൊരു പ്രോഗ്രാം ഇല്ലേ? നമുക്ക് പെട്ടെന്ന് കിട്ടണം എന്ന് വിചാരിച്ച് ഒന്നും നോക്കണ്ട, നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും നോക്കണ്ട, കുറുക്ക് വഴിയുടെ പണം ഉണ്ടാക്കുന്നവരാ ഉണ്ടാവാം, ഇറ്റ്സ് ഓക്കെ. പക്ഷേ നമുക്ക് അത് അവർക്ക് മാനസികമായിട്ട് നല്ല ഒരു സന്തോഷമുണ്ടോ? കാണാൻ വലിയ കാറും നമുക്ക് വീടും നല്ല അടിപൊളി സെറ്റപ്പ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഒരു വല്ലാത്ത ഒരു അതിനെന്താ പറയാ, അത് അനുഭവിച്ചോർക്കേ അറിയുള്ളൂ അല്ലെ? വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും. പണമൊക്കെ ഉണ്ട്, കാണാൻ എല്ലാം ഓക്കെയാണ്. അതേ സ്ഥാനത്ത് നല്ല രീതിയിൽ നമ്മൾ പണം ഉണ്ടാക്കുമ്പോൾ ആ ഒരു ക്ഷമയോടെ കാത്തിരുന്ന് അതിൻ്റെ സ്റ്റെപ്പായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എന്താവും? മനസ്സിനൊരു കുളിർമയാണ്, ഒരു ആത്മവിശ്വാസമാണ്, വല്ലാത്തൊരു അനുഭൂതിയാണ്. ഈ ഒരു ടെൻഷൻ ഇല്ല. മറ്റേത് ഭയങ്കര ടെൻഷനായിരിക്കും നമുക്ക് ഇല്ലേ? വെള്ളത്തിൽ വരച്ച പോലെ എന്നൊക്കെ ചിലര് പറയുന്നത് കേൾക്കാം. അതുപോലെ ആവുന്ന ഒരവസ്ഥ. നമുക്ക് അല്ലാത്ത ഒരു കെട്ടുറപ്പുള്ളതാണെങ്കിൽ അത് നിലനിൽക്കും.
മറ്റേത് നല്ലതല്ലാത്തത് നിലനിൽക്കാൻ പ്രയാസമാണ് അല്ലെ. മറ്റ് മതങ്ങളിലെ ഇസ്ലാമികപരമായിട്ടാണ് ഞാനൊരു റിസ്ക് പറഞ്ഞത്. അതേപോലെ തന്നെ ക്രിസ്തു മതത്തിലും പിന്നെ ഹിന്ദു മതത്തിലൊക്കെ തന്നെ ഒരേപോലെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? നമുക്ക് നല്ല രീതിയിൽ പണം ഉണ്ടാക്കുക. മറ്റു മതങ്ങളിലെ പലിശയെക്കുറിച്ചും സാമ്പത്തിക നീതിയെക്കുറിച്ചുമുള്ള തത്വങ്ങളാണ് പ്രധാനമായിട്ടും റിസ്ക് പങ്കുവെക്കൽ ആശയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു മതത്തിൽ പറഞ്ഞ പലിശ നിരോധനത്തിൽ ക്രിസ്തു മതത്തിന് ചരിത്രപരമായ നിലപാടുകളുണ്ട്. ചരിത്രപരമായ നിലപാട് എന്ന് വെച്ചാൽ മധ്യകാലഘട്ടം വരെ ക്രിസ്ത്യൻ ദൈവശാസ്ത്രജ്ഞർ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, പലിശ ഉയർന്നതോ ചില സന്ദർഭങ്ങളിൽ എല്ലാ പലിശയും നിരോധിച്ചിരിക്കുന്നു. കാരണം പണം ഉൽപാദനക്ഷമമല്ലാത്ത ഒന്നാണ് എന്നും മറ്റൊരാളുടെ പ്രയാസത്തെ ചൂഷണം ചെയ്യുന്നതാണ് പലിശ എന്നുമായിരുന്നു കാഴ്ചപ്പാട്. ഇപ്പൊ ആധുനിക നിലപാട് ഇന്ന് മിക്ക ക്രിസ്ത്യൻ വിഭാഗങ്ങളും വാണിജ്യപരമായ പലിശയെ, പണപ്പെരുപ്പത്തെയും മറ്റു റിസ്കുകളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു ന്യായമായ നിരക്ക് അംഗീകരിക്കുന്നു. എന്നിരുന്നാലും ചൂഷണപരമായ പലിശ ഇപ്പോഴും ശക്തമായി എതിർക്കപ്പെടുന്നുണ്ട്. ഈ റിസ്ക് പങ്കുവെക്കൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതത്തിൽ ഇസ്ലാമിനെ പോലെ സാമ്പത്തിക ഇടപാടുകൾക്കായിട്ട് പ്രത്യേകമായ റിസ്ക് പങ്കുവെക്കൽ മാതൃകകളില്ല. പകരം സാമൂഹിക നീതി, ദാരിദ്ര്യ ലഘൂകരണം, ചാരിറ്റി എന്നീ തത്വങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പണക്കാരൻ പാവപ്പെട്ടവനെ സഹായിക്കണം, ചൂഷണം ചെയ്യരുത് എന്ന തത്വം ഇവിടെ പ്രധാനമാണ്. അത് എല്ലാ മതത്തിലും ഉണ്ട്. ചാരിറ്റി അല്ലെ, എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സ് എല്ലാ മതസ്ഥർക്കും ഉണ്ട്. ഹിന്ദുമതത്തെ പറ്റി നോക്കുമ്പോൾ ഈ പലിശയെ കുറിച്ചും ധാർമ്മികമായ സമ്പാദനത്തെ കുറിച്ചുമുള്ള തത്വങ്ങളാണ് പ്രധാനം. ധർമ്മവും നീതി, ഹിന്ദു തത്വങ്ങൾക്ക് പ്രത്യേകിച്ച് ധർമ്മശാസ്ത്രങ്ങൾ ന്യായമായ സമ്പാദനത്തിനും ധാർമ്മികമായ ജീവിതത്തിനും ഊന്നൽ നൽകുന്നു. പണം കടം കൊടുക്കുന്നതിലെ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നു. പലിശയെ എല്ലായ്പ്പോഴും നിരോധിച്ചിട്ടില്ല. എന്നാൽ ചൂഷണപരമായ ഉയർന്ന പലിശ പലപ്പോഴും അത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിനെ പോലെ നേരിട്ടുള്ള റിസ്ക് പങ്കുവെക്കല് മാതൃകകൾ ഇല്ലെങ്കിലും കർമ്മഫല സിദ്ധാന്തം പ്രവൃത്തിയുടെ ഫലമായിട്ട് സാമ്പത്തിക തീരുമാനങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. ഒരാള് ധാർമ്മികമായി പ്രവർത്തിച്ചാൽ അതിന്റെ ഫലം ലഭിക്കും. നിക്ഷേപത്തിന്റെ ഫലം അല്ലെങ്കിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം ആ പ്രവൃത്തിയുടെ ഭാഗമായി കാണുന്നുണ്ട്. നമുക്ക് ലാഭമുണ്ടാകാം, നഷ്ടമുണ്ടാകാം, അത് എക്സെപ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊരു പലിശ തീരെ വേണ്ട എന്നൊന്നും അതിൽ പറയുന്നില്ല. ഓക്കെ, അത് ആവശ്യം എന്താണ്, ഒരാളുടെ മനസ്സിലെ ശരിയോ തെറ്റോ എന്ന് ആളാണ് അത് എന്താക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. ഇത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം അത് നമ്മൾ അതൊക്കെ പേഴ്സണലി കാര്യങ്ങളാണ് അല്ലേ, നമുക്കത് ചർച്ച ചെയ്യേണ്ടതല്ല. പക്ഷെ ഓരോ മതത്തിൻ്റെയും ഈ ഒരു ഘട്ടം എങ്ങനെയാണ് കാഴ്ചപ്പാട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞത്. അപ്പൊ എല്ലാവർക്കും, ഏത് മതസ്ഥരായിക്കോട്ടെ, എല്ലാവർക്കും എന്താണ്, ചൂഷണം, ഉയർന്ന പലിശ അല്ലെ, കൊള്ളപ്പലിശ എന്നൊക്കെ പറയും, അതൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അതെല്ലാ മതങ്ങൾക്കും ചാരിറ്റി നിർബന്ധമായിട്ടും, ചാരിറ്റി എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. ചെലവുകളിലെ ക്ഷമ, നമുക്ക് ഈ ചെലവുകൾ എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സമ്പത്തിനെ ആകർഷിക്കാനുള്ള ഏറ്റവും വലിയ ക്ഷമ നിങ്ങൾക്ക് ചെലവഴിക്കുന്ന രീതിയിലാണ്. എനിക്ക്
മാസം ഇത്ര പണം ലഭിക്കുന്നുണ്ട്, അതിൽ നിന്നും ഞാൻ ഇത്ര സേവ് ചെയ്ത് വെച്ചാൽ എനിക്ക് കുറച്ച് കടം വീട്ടാനുള്ളത് അതിലേക്ക് മാറ്റി വെച്ചാൽ ചിലവിലേക്ക് ഇത്ര, ഒരു കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. കയ്യിൽ പണമുണ്ട്, ഉടൻ ചെലവഴിക്കാം, അടിച്ചങ്ങോട്ട് പൊളിക്കുക എന്ന ചിന്ത ഇത് അനാവശ്യമായ കടക്കെണിയിലേക്കോ സമ്പാദ്യമില്ലാതാവുന്നതിലേക്കോ നയിക്കും. പെട്ടെന്ന് ഇന്ന് കിട്ടുന്ന പണം ഇന്ന് തന്നെ അടിച്ച് പൊളിക്കുകയാണ്, ഒന്നും നോക്കണ്ട. നാളത്തെ കാര്യം നാളല്ലേ അല്ലേ, നാളത്തെ കാര്യം നാളെ നോക്കാം എന്നുള്ളൊരു ചിന്ത, ആ ഒരവസ്ഥ. നമുക്ക് അതിന് ചെയ്യേണ്ടത് 30 ദിവസത്തെ ക്ഷമാ നിയമമുണ്ട്. ഒരു വലിയ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് തോന്നുകയാണ് എനിക്ക് വലിയൊരു വീട് വെക്കണം, അല്ലെങ്കിൽ എനിക്ക് വലിയൊരു കാറ് വാങ്ങണം. ആ തീരുമാനം 30 ദിവസത്തേക്ക് മാറ്റിവെക്കുക. ഈ 30 ദിവസത്തെ ക്ഷമ, ആ വസ്തുവിന്റെ ആവശ്യം ശരിക്കുമുണ്ടോ എന്ന് യുക്തിപരമായി വിലയിരുത്താൻ നമ്മളെ സഹായിക്കും. മിക്കവാറും ആ ആഗ്രഹം 30 ദിവസത്തിനുള്ളിൽ ഇല്ലാതാകും. നമ്മൾ പണം ലാഭിക്കും. കാരണം എന്താ, നമ്മളെ ബഡ്ജറ്റ് ഇത്രയാണെന്ന് നമുക്കറിയാം. പെട്ടെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമുക്ക് തോന്നിയ ഒരു കാര്യമാണ്, അപ്പൊ തന്നെ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് പോയിട്ട് സാധനം വാങ്ങി വരുന്നതിൽ ഉപരി നമ്മൾ അതിനൊരു ക്ഷമയോടെ ഒരു സമയം കൊടുക്കുക, ക്ഷമിച്ചു നിൽക്കുക. ആ ഒരു 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാവും ഇത് ആവശ്യമുള്ളതാണോ അനാവശ്യമാണോ, ഇപ്പം ആവശ്യമുള്ളതാണോ, അതിന്റെ ആ ഒരു ആവശ്യം ശരിക്കും ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാന്, നമുക്ക് ബ്രെയിനിലേക്ക് മെസ്സേജ് കൊടുക്കാൻ ഒരു ടൈം കിട്ടും. ഓക്കെ, നമ്മൾ കടം വീട്ടുന്നതിലെ ക്ഷമയും സ്ഥിരതയുണ്ട്. നമ്മൾ കടങ്ങളുണ്ട്, നമുക്ക് ചിലർക്കൊക്കെ ഇവിടെ കടങ്ങൾ ഉണ്ടാവാം. ആ കടങ്ങള് ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ പറ്റിയാലോ, പല തുള്ളി പെരുവെള്ളം അല്ലെ, അത് സേവിങ്സിലായാലും കടം വീട്ടുന്നതിലായാലും നമുക്ക് കിട്ടുന്ന പണത്തിന്റെ ചെറിയൊരു ഭാഗം കടത്തിലേക്ക് മാറ്റിവെക്കുക, ചെറിയൊരു ഭാഗം സേവിങ്സിലേക്ക് മാറ്റിവെക്കുക, ചെറിയ ഭാഗം ചെലവ്. ആ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ വലിയ കടങ്ങൾ ഒറ്റയടിക്ക് നമുക്ക് അടച്ചു തീർക്കാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ എത്ര ചെറുതാണെങ്കിലും കൃത്യമായ ഇടവേളകളിൽ സ്ഥിരമായി അടച്ചു തീർക്കുക. കുറച്ച് മതി, നമ്മൾ ഉള്ളതിൽ നിന്നും കുറച്ചെങ്കിലും അത് കൊടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവുക. അത് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നിർത്തി പോകരുത്. ചില മാസങ്ങളിൽ സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ടെങ്കിലും കടം വീട്ടുന്നതിലുള്ള സ്ഥിരത കൈവിടരുത്. പ്രയാസമൊക്കെ ഉണ്ടാവും, എന്നിരുന്നാലും നമ്മൾ ആ ലക്ഷ്യം, നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് വീട്ടണം, കടം വീട്ടണം, നമുക്ക് നല്ലൊരു അപ്ഡേഷൻ ഉണ്ടാവണം, മാറ്റം ഉണ്ടാവണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോകണം. ഈ ക്ഷമയാണ് നമ്മുടെ സാമ്പത്തിക ഉത്തരവാദിത്വ ബോധം വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവും, നമ്മളെ മൈൻഡിൽ തന്നെ നമുക്കൊരു പവർ കിട്ടുകയാണ്, ഒരു ആത്മവിശ്വാസം കിട്ടുകയാണ്, നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ കരിയറിലെയും കഴിവിന്റെ വളർച്ചയിലെയും അതിനൊരു ക്ഷമ ഉണ്ട്. നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം നമ്മുടെ കഴിവിൽ തന്നെയാണ്. നമ്മുടെ കഴിവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു പുതിയ കഴിവ് പഠിച്ച ഉടൻ വലിയ വരുമാനം നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇപ്പൊ കിട്ടണമെന്ന് വെച്ചാൽ ഞാനിപ്പോ നിങ്ങളിപ്പോ ഈ ക്ലാസ് എടുത്തോണ്ടിരിക്കുക, ഞാനിപ്പോ നിങ്ങളോട് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറെ പൈസ കൊടുത്ത് ഇങ്ങനെ ഒക്കെ ചെയ്ത് കുറച്ച് സംസാരിക്കാനും എല്ലാ കാര്യവും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് നിങ്ങളുടെ കൂടെ കൂടണമെന്ന് ആഗ്രഹിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തി. പെട്ടെന്ന് ഞാൻ ഇതിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല.
ഇതിനൊരു സ്റ്റെപ്പ് ഉണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് ഒരു ഡോക്ടർ, എഞ്ചിനീയർ, പിന്നെ വക്കീലൊക്കെ ആകാൻ വർഷങ്ങൾ എടുക്കുന്നത് പോലെ. പെട്ടെന്ന് എഞ്ചിനീയർ ആവണം എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം തന്നെ എഞ്ചിനീയർ ആവുന്നില്ലല്ലോ. ഡോക്ടറും അങ്ങനെ തന്നെ. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഏത് മേഖലയിലെ മികവിനും ക്ഷമയോടെയുള്ള പരിശീലനം ആവശ്യമാണ്. ക്ഷമയോടെ മികവ് നേടുമ്പോൾ സമ്പത്ത് നമ്മളെ തേടി വരും. നമ്മൾ സമ്പത്തെ വാ എന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ കൂടെ വരും സമ്പത്ത്. ക്ഷമയോടെ നമ്മൾ ആ കഴിവിനെ, നമ്മുടെ ഉള്ളിലെ കഴിവും എനർജിയും അവയർനെസ്സും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മെയിൻറ്റെയിൻ ചെയ്ത് അപ്ഡേറ്റ് ആയിക്കൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് സ്ഥിരതയോടെ ക്ഷമയോടെ എത്തുക. ഈ ക്ഷമ പരിശീലിക്കാനുള്ള ഒരു പ്രായോഗിക വഴികളുണ്ട്. ക്ഷമ ഒരു സ്വാഭാവികമായിട്ട് മാറ്റിയെടുക്കാൻ 3 ഘട്ടങ്ങൾ ഈ ഒരു പദ്ധതി സഹായിക്കും. ഒന്നാമത്തെ ഘട്ടം ശ്രദ്ധാ പരിശീലനമാണ്. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്ത് വെക്കാട്ടോ. നമ്മുടെ മനസ്സിനെ വർത്തമാന കാലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ക്ഷമ സ്വയം വളരും. നമ്മുടെ മനസ്സിനെ വർത്തമാന കാലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ക്ഷമ എന്താവും? സ്വയം വളരും. ഒരു ആത്മവിശ്വാസം ഉണ്ടാവും നമുക്ക്. പിന്നെ അതില് ശ്വസന പരിശീലനമാണ്. ദിവസവും 5 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. എല്ലാവരും കൈകൾ റിസീവർ മോഡിൽ വെച്ചിട്ട് കണ്ണടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. 5 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. സാമ്പത്തിക ഭയം വരുമ്പോൾ നമ്മൾ 5 തവണ ദീർഘമായി ശ്വാസം എടുത്ത് പുറത്തു വിടുക. സാമ്പത്തിക ഇത് മാത്രല്ല, ഭയം മാത്രല്ല, നമുക്ക് ഏതൊരു സ്ട്രെസ് വരുമ്പോൾ ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. എങ്ങനെ? നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. എന്നിട്ട് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ടെടുക്കുക. വയറ് വീർത്തിരിക്കുക. കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് വായിലൂടെ ശ്വാസം പുറത്തു വിടുക. അപ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സ് തോന്നും. അങ്ങനെ ഒരു 5 തവണ ദീർഘമായി ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് പുറത്തേക്ക് വിടാം. ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യാണ്. ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. കൈകൾ റിസീവർ മോഡിൽ വെക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. കണ്ണുകൾ അടയ്ക്കാം. ബ്രെത്ത് ഇൻ, ഹോൾഡ് ബ്രെത്ത് ഔട്ട്, ബ്രെത്ത് ഇൻ, ഹോൾഡ് ബ്രെത്ത് ഔട്ട്, ബ്രെത്ത് ഇൻ, ഹോൾഡ് ബ്രെത്ത് ഔട്ട്, ബ്രെത്ത് ഇൻ, hold breath out, breath in, hold breath out, relax. അപ്പോൾ ഒരു നല്ല ഒരു റീസെറ്റ് ചെയ്തതായിട്ട് നമ്മളൊരു കുളിര് അല്ലെ, ഒരു വല്ലാത്തൊരു അനുഭൂതി അല്ലെ, ആവേശത്തിൽ നിന്ന് യുക്തിയിലേക്ക് മടങ്ങാൻ സഹായിക്കുന്ന ഒരു പ്രാക്ടീസാണിത്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ പൂർണ്ണമായും ആ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുക. ഇത് മനസ്സിന്റെ വേഗത കുറയ്ക്കും. അത് സാമ്പത്തിക തീരുമാനങ്ങളിലും ക്ഷമ നൽകും. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഫോണിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ആഹാരത്തിന്റെ ആസ്വാദനം നമുക്ക് കിട്ടില്ല. നടക്കുമ്പോൾ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ. നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. ഇത് മനസ്സിന്റെ വേഗത കുറയ്ക്കും. നമുക്ക് അല്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു ശ്വാസം, ഒരു വല്ലാത്തൊരു ഓവറായിട്ട്
ഇങ്ങനെ മിടിപ്പ് കൂടുന്ന പോലെയൊക്കെ അനുഭവപ്പെടും. ഇത് ഒരു ഹാർട്ട് ബീറ്റ് കൂടുക അങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നില്ലേ? നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വല്ലാത്ത ഇറിറ്റേഷനും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടും അല്ലേ? ഷിവറിങ് ഉണ്ടാവാം. അങ്ങനെ നമ്മളെ മനസ്സിൽ എന്താണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമുക്ക് പുറത്ത് ശരീരത്തിൽ അനുഭവപ്പെടുന്നില്ലേ? നമുക്കിപ്പോ വല്ലാണ്ട് ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വല്ലാതെ നമുക്ക് പ്രശ്നങ്ങള്, നമ്മളെ മനസ്സിൽ ഇപ്പൊ നല്ല ഹാപ്പിയാണ്. അപ്പോ ഡോപ്പമൈന് വർദ്ധിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ നല്ല സന്തോഷം വരുമ്പോൾ മുഖത്തത് കാണും. ആ ഒരു പുഞ്ചിരി, നമ്മൾ എനർജറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് എല്ലാ വർക്കും ചെയ്തുകൊണ്ടിരിക്കും. അതേ സ്ഥാനത്ത് നെഗറ്റീവ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൈയൊക്കെ തളർന്ന പോലെ ഒരവസ്ഥ, ഹാർട്ട് ബീറ്റ് കൂടുന്ന പോലത്തെ ഒരു അവസ്ഥയൊക്കെ വരും അല്ലേ? അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ. നമ്മൾ ഈ ഒരു ഫലത്തെ ദൃശ്യവൽക്കരിക്കുക, വിഷ്വലൈസേഷൻ. നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ ലഭിക്കാൻ പോകുന്ന നേട്ടം വലുതായിട്ട് കാണാം. നമുക്കിപ്പോ വലിയൊരു വീട് വേണം, അല്ലെങ്കിൽ ഒരു കാറ് വേണം, അല്ലെങ്കിൽ നന്നായിട്ട് വലിയൊരു ബിസിനസ് നടത്തണം, യൂസഫ് അലി സാറിനെ പോലെയൊക്കെ വലിയൊരു ബിസിനസ് മാൻ ആവണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഗേൾ ആവണം. ആ ഒരു സംഭവത്തെ നമ്മള് ക്ഷമയോടെ കാത്തിരുന്നാൽ ലാഭിക്കാൻ പോകുന്ന നേട്ടം, നമ്മളിങ്ങനെ ക്ഷമയോടെ സ്ഥിരതയോടെ നിന്ന് ആ ഒരു സംഭവത്തിലേക്ക് എത്തുന്നതായിട്ടും, നമുക്ക് എന്തൊക്കെയാണോ ആഗ്രഹം ആ ആഗ്രഹങ്ങളൊക്കെ ഒരു വിഷ്വലായിട്ട്, ഒരു ചിത്രമായിട്ട്, ഒരു സിനിമ പോലെ അങ്ങ് അതിലങ്ങോട്ട് ജീവിക്കുക, അതങ്ങോട്ട് അങ്ങനെ തന്നെ പച്ചയ്ക്ക് അങ്ങോട്ട് കാണുകയാണ്. ആ ഒരു സംഭവം നമ്മൾ അറിയാണ്. ആ ഒരു നമ്മളിപ്പോ പുളി കഴിക്കുകയാണെങ്കിലോ ആ പുളി തിന്നുന്ന ആ ഒരു രസമുണ്ടല്ലോ, വായിൽ വെള്ളം വരൂല്ലേ? ഒരു നല്ലൊരു പുളി എടുത്ത് ഇങ്ങനെ കളിക്കും, ഓ അല്ലേ, എന്തൊരു ആ ഒരു അനുഭവം, അതാണ് വിഷ്വൽ. അതിൽ നമ്മൾ അങ്ങോട്ട് ലയിക്കുകയാണ്, നമ്മൾ അതാവുകയാണ്. ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. അത് നമുക്ക് പെട്ടെന്ന് ആ ഒരു സംഭവത്തെ അട്രാക്ട് ചെയ്യാൻ ഉപകരിക്കും. നമ്മൾ 60 വയസ്സിൽ ജീവിക്കാൻ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ 60 വയസ്സിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതം ഭാവനയിൽ കാണുക, നമ്മൾ വിഷ്വല് കൊടുക്കുക. നമ്മൾ ഇപ്പോൾ ലാഭിക്കുകയും ക്ഷമയോടെ നിക്ഷേപിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമാണ് ആ ജീവിതം എന്ന് മനസ്സിലാക്കുക. നമുക്കിപ്പോ കുറച്ച് കാര്യങ്ങളിലൊക്കെ നല്ല ഹാപ്പിയൊക്കെ വന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, കുറച്ച് സേവും ചെയ്തു വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അന്ത് കാലത്ത് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് ഇന്നങ്ങ് അടിച്ച് പൊളിച്ച് നാളത്തെ കാര്യം നാളല്ലേ ചിന്തിക്കുന്നവർക്ക് വല്ലാത്ത പ്രശ്നങ്ങൾ, കഷ്ടപ്പാടൊക്കെ അങ്ങനെ ആവാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ മക്കളെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം എന്നൊക്കെ എല്ലാവരും പറയില്ല. എൻ്റെ മക്കൾക്ക് ഞാനൊരു ഭാരമാവരുത്, ഞാൻ കിടക്കുന്നതിന്റെ മുമ്പ് എന്നെ അങ്ങ് എടുക്കണം എന്നൊക്കെ പറയുന്നവരുണ്ട് അല്ലെ? ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ മുന്നിലുള്ള ഒരു വിഷമാണ്, ഞാനൊരാളെ വിഷമിപ്പിക്കരുത് എന്നുള്ള ആ ഒരു നല്ല മനസ്സാണ് അവരുത്. അല്ലാണ്ട് അവർക്ക് പെട്ടെന്ന് പോകണം എന്നുള്ളത് കൊണ്ടല്ലല്ലോ. അപ്പൊ അതെന്തുകൊണ്ടാ? നമ്മൾ സേവിങ്സ് നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമുക്ക് അത് ഒന്നുമില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത. ഈ സമയത്ത് നമ്മൾ ഇപ്പൊ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ നമുക്കത് ലാഭിക്കാൻ, നമുക്ക് സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആരെ നോക്കേണ്ട ആവശ്യമില്ല. പണം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ട്, പണം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ട്. നമുക്ക് മക്കളെ ആരെയും നമുക്ക് മക്കൾ നോക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ നമുക്കത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് പണം ഉണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ധൈര്യത്തിൽ ഒരാളോട് എന്ത് കാര്യവും പറയല്ലേ. എല്ലാത്തിനും പണം വേണം, വെറുതെ ഒന്നും ഫ്രീ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുമോ? നമ്മളൊരു വലിയ ചെലവ് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഈ പണം ചെലവഴിച്ചാൽ എൻ്റെ ഭാവിയിലെ ഈ സന്തോഷം കുറയും എന്ന് ചിന്തിക്കുക. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ മൂടി വെച്ച് അടുത്ത ദിവസത്തേക്ക് ഞാൻ മാറ്റി വയ്ക്കാന്നല്ല പറഞ്ഞതിനർത്ഥം.
സന്തോഷങ്ങളൊക്കെ വേണം, അതിനപ്പുറത്ത് ചെറിയൊരു സേവിങ്സും വേണം, നമുക്ക് എല്ലാം വേണം. ഇന്നത്തെ ത്യാഗം നാളത്തെ സ്വാതന്ത്ര്യമാണ്. ഇന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയാലേ, തിരിച്ചറിഞ്ഞാലേ, അംഗീകരിച്ചാലേ, നമ്മളെ തന്നെ സ്നേഹിച്ചാലേ, ക്ഷമിച്ചാലേ നാളത്തെ നമ്മൾ സ്വതന്ത്രമായിട്ട് അടിപൊളിയായിട്ട് ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. വലിയ ലക്ഷ്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുമ്പോൾ മടുപ്പ് വരാം. വലിയ ലക്ഷ്യങ്ങൾക്കായിട്ട് ഒരുപാട് കാത്തിരിക്കണം, പെട്ടെന്നൊന്നും കിട്ടുന്നൊരു കാര്യമല്ല. ഇത് ഒഴിവാക്കാൻ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. ചെറിയ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ നിക്ഷേപം 3 മാസം കൊണ്ട് 10% വളർന്നാൽ അതിനെ അഭിനന്ദിക്കുക. നമ്മളെ തന്നെ അഭിനന്ദിക്കുക. അല്ലെങ്കിൽ ഈ മാസം അനാവശ്യമായി 1 രൂപ പോലും ചെലവഴിക്കാതെ ബജറ്റ് പാലിച്ചാൽ നമുക്ക് തന്നെ ഒരു ചെറിയ സമ്മാനം നമ്മൾ തന്നെ നൽകുക. നമ്മളെ സെൽഫ് ലവിന്റെ ഭാഗമാണത്. നമ്മൾ ഹാപ്പി ആക്കുക നമ്മൾ തന്നെ. നമ്മുടെ ഉള്ളിലാണ് മാറ്റം വരേണ്ടത്, അത് മറ്റൊരാളല്ല. പക്ഷെ നമുക്കൊരു മെന്റർ വേണം, നമുക്കൊരാള് വേണം, ഒരു മാതൃക വേണം, ഒരു ലീഡർ വേണം. നമുക്ക് എല്ലാ കാര്യങ്ങൾ ഏത് ഭാഗത്തേക്കാണോ നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ ഒരു മെയിൻ ആള്, നല്ലൊരാള് കണ്ട്, അല്ലെങ്കിൽ അവരുടെ വീഡിയോ കാണുക, അല്ലെങ്കിൽ അവരുടെ ജീവിതം, അല്ലെങ്കിൽ അവർക്ക് ഒരു എന്താണ് അവരെന്തൊക്കെയായിരുന്നു ചെയ്തതെന്നുള്ള ഒരു റിസർച്ച് കാര്യങ്ങളൊക്കെ അവരെ പറ്റി പഠിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കൂടും. അതേപോലെ തന്നെ ചെയ്യണം എന്നല്ല, അതൊരിക്കലും പറ്റാത്ത ഒരു കാര്യമാണ്. എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള നമുക്കൊരു തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നത്. ഇത് ദീർഘകാല ക്ഷമയിലേക്ക് നയിക്കുന്ന വഴിയിലെ ചെറിയൊരു മയിൽക്കുറ്റികളാണ്. ഇത് തലച്ചോറിന് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് നൽകും. നമ്മളെ തന്നെ സമ്മാനമൊക്കെ കൊടുത്ത് അഭിനന്ദിച്ച് നമ്മൾ ചെയ്ത കാര്യത്തിന് അടിപൊളിയാണ് നീ എന്ന് നമ്മളോട് തന്നെ പറയാ. കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് പറയാം, സൂപ്പറാണ്, അടിപൊളിയാണ്, നിനക്ക് പറ്റും എന്ന് പറയാം. ആ ഒരു പറയൽ കൊണ്ട് എന്താ നമുക്ക് സംഭവിക്കുന്നത്? തലച്ചോറിന് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടും, സൂപ്പറാവും. ക്ഷമ എന്നത് വെറും ഒരു വാക്കല്ല, അത് നമ്മുടെ സാമ്പത്തിക വിജയത്തിലേക്കുള്ള താക്കോലാണ്. വലിയൊരു കൊട്ടാരം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാത്തത് പോലെ തന്നെ വലിയ സമ്പത്തും ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയല്ല ആവില്ല. ആർക്ക് പറ്റും? പെട്ടെന്ന് എനിക്കിപ്പോ കിട്ടണം കോടി എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ലെങ്കിൽ ഇപ്പൊ ഒരു കൊട്ടാരം എനിക്ക് എൻ്റെ മുമ്പിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ട് നടക്കുമോ? അത് എത്ര ആയാലും നടക്കാത്തൊരു കാര്യമാണ്. നമ്മുടെ മാർഗത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, നമ്മുടെ മാർഗത്തിൽ കേട്ടോ വിശ്വാസമുണ്ടെങ്കിൽ, നമ്മൾ നല്ലതായ വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ ക്ഷമയോടെ മുന്നോട്ട് പോവുക. സമ്പത്ത് നമ്മളെ തേടി വരും. നമ്മൾ വിശ്വാസവും വേണം, നല്ല വഴിയായിരിക്കണം, ക്ഷമയോടെ സ്ഥിരതയോടെ മുന്നോട്ട് പോകാൻ വേണം. അപ്പൊ നമ്മൾ സമ്പത്തെ വാ വാ എന്നൊന്നും പറയണ്ട, അത് വന്നോളും. ഇറ്റ്സ് ഓക്കെ, അത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് തന്നെ തുടങ്ങേണ്ട 3 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം. ഇന്ന് തന്നെ നിങ്ങൾ കുറിച്ച് വെക്കുക. നിങ്ങൾ ഈ കേൾക്കുമ്പോൾ ഒരു ഡയറിയും ഒരു പെന്നും എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്നറിയാം. പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും എന്നറിയാം. നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതി വെച്ചോ. ഇന്നത്തെ ഡേറ്റ് കുറിച്ച് വെച്ചോ. ടൈം എഴുതിക്കോ. ഇപ്പൊ എത്ര ടൈമായി നോക്ക്, ഏതാണ് ഡേറ്റ്, ആ ഡേറ്റ് ഒന്ന് എഴുതി വെച്ച്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 ദിവസത്തെ നിയമം. അടുത്ത മാസം നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വലിയൊരു വസ്തുവിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുക, എഴുതി നോക്കുക. ലിസ്റ്റ് 30 ദിവസത്തേക്ക് അതിനെ കാത്തിരിക്കുക. എന്നിട്ടും അത് ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുക. ഇപ്പൊ ആവശ്യമുള്ളതാണോ എന്ന് നമ്മൾ നോക്കുക, അതിനെപ്പറ്റി ആലോചിക്കുക, എന്നിട്ട് തീരുമാനം എടുക്കുക.
രണ്ടാമത്തെ കാര്യം പറഞ്ഞിരുന്നത് ദിവസവും 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. എല്ലാ ദിവസവും നമ്മള് മാം നിങ്ങൾക്ക് മെഡിറ്റേഷൻ തരുന്നുണ്ട് അല്ലെ. ആ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ എല്ലാ ദിവസവും എൻ്റെ കൂടെ കൂടുന്നവർക്കൊക്കെ കിട്ടാറുണ്ട്. അതേപോലെ നിങ്ങൾ ചെയ്യാം. സാമ്പത്തിക ഭയം വരുമ്പോ 5 ദീർഘശ്വാസം എടുക്കുക. അതും നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ ആ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കാം, കുറിച്ച് വെച്ചോട്ടോ. ദീർഘകാല വളർച്ചാ ലക്ഷ്യമാണ് മൂന്നാമത്തത് നമ്മൾ പറഞ്ഞത്. നമ്മുടെ 10 വർഷത്തെ സാമ്പത്തിക ലക്ഷ്യം ഒരു കടലാസിൽ എഴുതി കാണുന്നിടത്ത് ഒട്ടിച്ചു വെക്കാം. നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് നിങ്ങൾ പെട്ടെന്ന് കാണുന്ന ഒരു സ്ഥലത്ത്, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു അധികം നോക്കണ്ട. നമ്മളെ വീട്ടിലോ നമ്മളെ റൂമിലോ മറ്റോ എവിടെ ആയാലും നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു സ്ഥലത്ത് ഫ്രെയിം ചെയ്ത് ഭംഗിയിലാക്കി വെച്ചാലും ഒരു വിഷയമുള്ള കാര്യമില്ല. നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആ ഒരു സംഭവം ചെയ്തു വെക്കുക. 3 കാര്യം പറഞ്ഞല്ലോ, ഓർത്ത് വെക്കുക, എഴുതി വെക്കുക. നമ്മുടെ സാമ്പത്തിക യാത്രയിൽ ക്ഷമയും സ്ഥിരതയും ഉണ്ടാകട്ടെ. നമ്മളുടെ ഈ ഒരു യാത്രയില് തിരിച്ചറിവും സുരക്ഷിതത്വവും ആരോഗ്യവും സമ്പത്തും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങൾ ഈ ഒരു ജീവിത യാത്രയില്, സാമ്പത്തിക യാത്രയില് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ, തിരിച്ചറിവോടെ, സുരക്ഷിതത്വത്തോടെ, നല്ല ക്ഷമയോടെ, സ്ഥിരതയുള്ളവരായി ജീവിച്ച് അടിപൊളിയായിട്ട് നിൽക്കാൻ ആശംസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.